നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ ഗീവ് അവേ നടക്കുന്ന അറിയാലോ. എപ്പോഴും ഒത്തിരി പേര് എൻ്റെ സംശയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ഇപ്പം നിങ്ങൾ യൂട്യൂബിലാണ് ഇത് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ഈ വീഡിയോയുടെ അടിയിൽ ഇടുന്ന ബെസ്റ്റ് കമൻറ്റുകൾ, അതായത് 20-ാം തീയതി വരെ, ഈ മാസം 20-ാം തീയതി വരെയുള്ള ബെസ്റ്റ് കമൻറ്റ്, അതായത് നാളെ കഴിഞ്ഞാൽ തോന്നും കമൻറ്റുകൾ, പിന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്. അത് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾറെഡി ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾ ആരൊക്കെയുണ്ടെങ്കിലും ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ സ്ക്രീനിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. അത്രയേ ഉള്ളൂ. 2990 രൂപയുടെ ഒരു എപ്പോഴും മറന്നു ഒരു സാരി ആണ് ലക്കി ഡ്രോ വിന്നർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ തന്നെയാണ് കേട്ടോ. ഒരേ മോഡൽ സാരിയാണ്, സിംഗിൾ കളേഴ്സ് വീതം ഉള്ള ഒരേ മോഡൽ സാരി. ഈ സാരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾക്ക് ഒട്ടും മീൻസ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും മുന്നിൽ വന്ന സാരികളായിരിക്കാം. പക്ഷേ ഇത് അതിനും ശേഷം വന്ന സാരികളാണ്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലതായിട്ട് എന്നാ പറയുന്നത്, ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ബണ്ടിൽ കണക്കിന് ഇത് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കൂട്ട് കുറച്ച് സാധനത്തിനെ അങ്ങ് മാറ്റി വിട്ടേക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഈ സാരിയുടെ രണ്ട് സ്റ്റഫ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇത് ആ സ്റ്റഫെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ സ്റ്റഫ് എന്നാന്ന് ശരിക്കും അറിയത്തില്ല. ഞാൻ ആ സാരി കണ്ടതാണ്, 2 റേറ്റിലുള്ളത് കണ്ടതാണ്. ഇത് നമ്മുടെ മൽച്ചന്തേരിയാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഡാള്, നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മൊഡാൾ ഇറങ്ങുന്നത് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള സാധനം മുഴുവൻ കാണിച്ചിട്ട് മൊഡാള സെമി മൊഡാള എന്ന് പറഞ്ഞ പോലെ ചന്തേരിയുടെ ഒരു വകഭേദം അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതിന് റേറ്റ് കുറച്ചും കൂടെ ഒക്കെ കുറവാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ വില, ഈ സാരി ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു, ഈ സാരിയുടെ വില 1935 രൂപയാണ്. മൽച്ചന്തേരിയാണ് ഫാബ്രിക്. അടിപൊളി സാരി, എൻ്റെ പേഴ്സണൽ ഫേവററ്റ് സാരി. എന്നാണെന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇതിൻ്റെ കളേഴ്സ് കണ്ടോ, എനിക്കതാ ഇഷ്ടം. ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സും ഉണ്ട്, ഡാർക്ക് കളേഴ്സും ഉണ്ട്. അടിപൊളിയാണ്, കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ കളേഴ്സ് നല്ല, ഡിസൈനും നല്ല, എല്ലാം നല്ലതാണ്. ഇത് വരും മുന്താണിക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇപ്പോഴത്തെ വില എത്ര ഐറ്റമില്ലേ? ഇല്ലല്ലേ, 1599 രൂപ. ഇത് നമ്മൾ നേരത്തെ ഈ ദിവസം വരെ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരുന്ന 1000, 2000 ഒക്കെ റേറ്റ് വരെ, 2000 രൂപ വരെ റേറ്റ് ലെസ് ചെയ്ത് കൊടുത്ത ദിവസങ്ങളുണ്ട് ഡിസ്കൗണ്ട് സെയിലിനകത്ത്. പക്ഷേ ഇത് അത്രയ്ക്ക് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്ക്, പുത്തൻ സാരി ഇതുണ്ടോ, പുത്തനായിട്ടുള്ള സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കുറച്ചിട്ടില്ല, എന്നാലും 500 രൂപ അടുത്ത് കുറച്ചിട്ടുണ്ട്. വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇത് ഇതിൻ്റെ സ്റ്റഫും കാര്യങ്ങളൊക്കെ മൽച്ചന്തേരി അറിയാലോ. എന്നിട്ട് നല്ലൊരു ആൻറ്റിക്സറി ബോർഡർ, മുന്താണിക്കും അങ്ങനെ തന്നെ. ഇനിയുണ്ടല്ലോ ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, ഇതാണ് ബ്ലൗസ്, ബുട്ടാസ് വരുന്ന ബ്ലൗസിന് നിങ്ങൾ കാണുന്നതാണ് കളറ്. ഇതില്ലേ ഒരു അടയ്ക്കായുടെ ഒക്കെ കളറില്ലേ, അടയ്ക്ക, പഴുക്ക, അങ്ങനെ പല നാട്ടിൽ പലത് പറയും, പാക്ക്, അങ്ങനെയൊക്കെ പല പേര് പറയും. അപ്പം അടയ്ക്കാടെ കളർ, നല്ലൊരു കളർ, ബ്രിക്ക് കളറ്. ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ കൈയുടെ സൈഡിലും ആ ഒരു നല്ല ഈ ഒരു പ്രിന്റ് ഡിസൈൻ ഈ സൈഡിൽ കൊടുത്ത്, ഡിസൈൻ മീൻസ് വീവിങ് ആണ്, അല്ലാതെ പ്രിന്റ് അല്ല. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്, ഒരു ആൻറ്റിക്സറി വീവിങ് ആണ്. മുന്താണി അതെ. ഇതെന്നാന്ന് പറയും, ഈ മുന്താണിയിൽ ഇതങ്ങോട്ട് ഭയങ്കര എടുത്ത് ഭയങ്കര തിളക്കത്തിൽ അങ്ങനെ നിൽക്കില്ല, ഒരു ഡസ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര രസമാണ്. അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇല്ലേ, 2 ബോർഡർ ഒരുപോലെ അല്ലേ? അതെ, 2 ബോർഡറും ഒരുപോലെയാണ്. ശരി, അവിടെ കൃത്യം പ്രൈസ് ഉണ്ടാവുന്നു, ഇത്രയും കാണിച്ചാൽ മതി. നല്ല കളറാണ്, നല്ല ഭംഗിയാണ്. ഞാനിത് എല്ലാ സാരികളും കാണിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ചില സാരികൾക്ക് ഞാൻ പറയാറുണ്ട്, ഞാൻ ഗ്യാരണ്ടിയാണ് ഈ സാരി നിങ്ങൾക്ക് ഉറപ്പായിട്ടും 99% പേർക്കും
ഇഷ്ടപ്പെടും കൈ കിട്ടുമ്പോൾ. കാരണം ആർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ഘടകങ്ങൾ ഇതിലുണ്ട്. ഇതിൻ്റെ സ്റ്റഫ്, ഇതിൻ്റെ കളറ്, ഇതിൻ്റെ വീവിങ് പാറ്റേണ്, പിന്നെ വീവിങ് ചെയ്തിരിക്കുന്ന ത്രെഡ് എല്ലാം നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഒത്തിരി ഔട്ട് ഓഫ് ഇതായിട്ട് മീൻസ് ഒത്തിരി നമ്മൾ എപ്പോഴും കണ്ടത് ശരിക്കും പറയാം ഒരു യുണീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. യുണീക്ക് എന്ന് പറയാം. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനമല്ല ഈ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ. നല്ല സാരി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. അല്ല, ഇതിപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളറ്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേൺഡ് ഓറഞ്ചിൻ്റെ കളറുകൾ ഇറക്കില്ല. ആ ഒരു കളർ ബേൺഡ് ഓറഞ്ചിൻ്റെ കളറിനകത്ത് അടയ്ക്കേണ്ട കളർ വരുന്നുണ്ട് അല്ലേ, ആ ഒരു വകഭേദം കേട്ടോ. എന്നുകൊണ്ട് ഈ ഒരു കളർ തന്നെ ചോദിക്കരുത്. പീസസ് അധികം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഡിസ്കൗണ്ട് സെയിലിന് വന്നത്. സ്റ്റോക്കും പീസസും വളരെ കുറവാണ്. അടുത്ത കളറ് നല്ലൊരു ലീഫ് ഗ്രീൻ അല്ല, പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ഗ്രീൻ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ കളർ ഗ്രീന്. ഈ സാരികളുണ്ടല്ലോ, ഈ സാരികൾ ഏത് കളർ ടോണിലുള്ളവരും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരും വണ്ണമുള്ളവരോ പൊക്കമുള്ളവരോ എങ്ങനെയുള്ളവർ വേണമെങ്കിലും വാങ്ങിച്ചോ. കാരണം ആർക്ക് വേണമെങ്കിലും ചേരും. ഇതിന് പ്രായഭേദമില്ല, നിറഭേദമില്ല. അയ്യോ, തന്നെ പറയും തന്നെ ചിരിക്കും. ജാതിമതഭേദമില്ല, ഒന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു സാരിയായിട്ട് അടിപൊളിയായിട്ട് ആർക്ക് വേണമെങ്കിലും ഉടുക്കാവുന്ന ഒരു സാരി. രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാ ഞാൻ പറയുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, 100 പറയുന്നില്ല, 1% എപ്പോഴും നമ്മൾ മാറ്റി വെക്കണം. 99% ആൾക്കാർക്കും ഈ സാരി ഇഷ്ടപ്പെടാതെ പോവില്ല. കാരണം അതിൻ്റെ കളറ് അടുത്തതേണ്ടേ ഒരു വാടാമുല്ലയുടെ അല്ല ഒനിയൻ്റെ ഒരു ഷെയ്ഡ്. ഇതുണ്ടോ, ടാസിലൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ടുള്ള സാരി. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, സ്റ്റോക്ക് വളരെ പരിമിതമാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു കുഴപ്പം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ചു വെച്ചോ. പണ്ടാരായിട്ട് പറയും ബ്ലൗസ് എപ്പോഴും എല്ലാത്തിനും കാണിച്ചില്ലേലും ഒന്നും പറയല്ലേ, ഒരെണ്ണത്തിന് കാണിച്ച അതേ സെയിം ബ്ലൗസ് തന്നെയാണ് എല്ലാത്തിനും. കളറിലോ ഒന്നും കാര്യത്തിലോ ഒന്നും വ്യത്യാസമില്ല. ഇതുണ്ട് കിച്ച് ഇതിൽ കളറിലൊന്നും വ്യത്യാസമില്ല കേട്ടോ, അതേ സെയിം കളർ തന്നെയാണ്. ഇത് പൊനിയൻ്റെ ഒരു വാടാമുല്ലയുടെ ഒക്കെ ഒരു ഷെയ്ഡാണ്. നല്ല പേസ്റ്റലാണ് സാധനം. ഭയങ്കര നോക്കിയ ക്ലാസ് ലുക്കാണ്. പക്ഷേ ഒരു ചിലർക്ക് തോന്നും, ചില ഡ്രസ്സ് ഇടുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനത്തെ ചിലർ അങ്ങനത്തെ കാര്യങ്ങളിൽ കൺസേൺഡ് ആണ്. ഇത് ഇച്ചിരി ഓവറാണോ, എനിക്കിത് പറ്റുമോ, ഞാനിതിട്ടുകൊണ്ട് പോയി. അങ്ങനെ ഇല്ല കേട്ടോ. കാരണം ഇത് ഇച്ചിരി ഡിമ്മാണ്. ഇതിൽ ഈ ഒരു വീവിങ് മുഴുവൻ പോയി, ഇത് ബോഡി ഫുള്ള് പോയിരിക്കുന്ന വീവിങ് ആണ്. ഇതിപ്പോൾ ഒരു 1900 രൂപ വില വരുന്ന സാരിയാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക്. എന്നാ കളറാണ് ഇത്? യെല്ലോയുടെ ഒരു ഷെയ്ഡ് അല്ലേ? യെല്ലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയാം. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ എന്ന് ചോദിച്ചാൽ ക്രീം സാൻഡൽ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡ്. നല്ല രസമല്ലേ? അടിപൊളിയാട്ടോ. ഞാൻ സാരിയോടാ പറഞ്ഞേ, അടിപൊളിയാട്ടോ, സുന്ദരിയാട്ടോ, സുന്ദരിയാട്ടോ. ആർക്കും ഇണങ്ങുന്ന പെണ്ണാന്ന് പറഞ്ഞു, ആർക്കും ഇണങ്ങും കേട്ടോ. മസ്റ്റാർഡ് പൊട്ട കോമഡി എന്നല്ലേ ഇപ്പം വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചോ? പറ, സത്യം പറ. മസ്റ്റാർഡ് യെല്ലോടെ അടിപൊളിയായിട്ടുള്ള ഒരു കളർ, നല്ല സൂപ്പർബ് കളർ. കളർ ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത്? അല്ലേ? ഹായ്. നമുക്ക് ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. ഫെയർ ആട്ടെ, മീഡിയം ആട്ടെ, ഡാർക്ക് ആട്ടെ, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ എൻ്റെ ചുരിദാർ ഇതിൻ്റെ ഒട്ടും ചേരത്തില്ല, ഇൻഡിഗോ. ഇതിൻ്റെ കറക്റ്റ് ബ്ലൗസും കാര്യങ്ങളും എല്ലാം ഇട്ട് അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് വൺ പ്ലീറ്റ്സോ അങ്ങനെയൊക്കെ ഇട്ട് പൊയ്ക്കുക. അതിന് ഇതൊക്കെ ഇല്ലേ ഓർണമെൻറ്റ്സ്, അതിനൊക്കെ ചേരുന്നു.
എനിക്ക് പിന്നെ ഒന്നിനോടും ഗോൾഡ് ഇടുന്നത് ചേരുകയില്ല എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട, നിങ്ങളുടേതായ ഇഷ്ടത്തിനിട്ട്. ബ്ലൗസ് എപ്പോഴും കാണിക്കുന്നില്ല എന്ന് പരാതി പറയല്ലേ. ബ്ലൗസ് ഒന്നും തന്നെയാണ് കേട്ടോ, എല്ലാത്തിനും ബ്ലൗസ് ഒന്നും തന്നെയാണ്. സാരിയുടെ കളർ ഏതാണോ അതിൻ്റെ പ്ലെയിനിൽ ബൂട്ടാസ്, അതാണ് ബ്ലൗസ്. 10 എണ്ണം ഉണ്ട്, 10 കളറ്. ഒറ്റ ബണ്ടിൽ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ആ ഒറ്റ ബണ്ടിലാണ് ഇത്. കണ്ടാ, എല്ലാവർക്കും ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളറില്ലേനെ, പിന്നെ കളറല്ലേ നല്ല ഒരു, നമ്മളെപ്പോഴും കണ്ട് മടുത്ത കളേഴ്സ് അല്ല. ചില കളറൊക്കെ കണ്ടിട്ടുള്ള കളർ തന്നെ, ചില കളറിൻ്റെ കോമ്പിനേഷൻ ഇല്ലേ ഒരു പ്രത്യേകത. ആ ഒരു കോമ്പിനേഷനാണ് എന്നെ ഭയങ്കരമായിട്ട് ഈ സാരിയോട്. കളറെന്ന് പറയുന്ന ഒരു സാധനം ഏതോ വസ്ത്രത്തിൻ്റെയും ഒരു, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന സാധനം എന്നാ കളറല്ലേ. വെള്ളയോ അങ്ങനത്തെ സാധനമൊന്നുമല്ല, കളറല്ലേ. വില നോക്കും, കളറിന് ഒരു പ്രത്യേകതയല്ലേ നമ്മുടെ എല്ലാം മനസ്സിൽ. ഇതിൻ്റെ മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാ ഇത് തന്നെയാണ്, കറക്റ്റാണ് വീഡിയോയിൽ കാണുന്നത്. വീഡിയോയിൽ ഞങ്ങളുടെ ക്യാമറയിൽ കറക്റ്റ് കളറാണ് കാണുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നിങ്ങളുടെ ഫോണിൻ്റെ ലൈറ്റ്, നിങ്ങളുടെ ഫോണിൻ്റെ ക്വാളിറ്റി, നിങ്ങളുടെ ഫോണിൽ ചിലർ ലൈറ്റ് കൂട്ടിയിട്ടായിരിക്കും വീഡിയോ കാണുന്നത്, ചിലർ ഭയങ്കര ഡിമ്മ, കണ്ണിനൊക്കെ ദോഷം ചെയ്യുന്നവർക്ക് ഡിമ്മാക്കിയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ആ രീതിക്ക് കളർ കാണുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വലിയ അധികം ഒന്നും 1-2 ചുരുക്കം മനുഷ്യനല്ലേ ചിലപ്പം വന്നിട്ടുണ്ട് ഈ കളർ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 99% പേരും ഇതിലേ വെട്ടം അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കയറുന്നുണ്ട്. അത് ആ ഒരു ഇച്ചിരി ഒരു ഗ്ലോ ഉണ്ടല്ലോ, ആ ഗ്ലോയിലോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ വരുന്നതാണ്. ചന്തേരി എന്ന് പറഞ്ഞാൽ സിൽക്ക് അല്ലേ, സിൽക്ക് ആയതിൻ്റെ ഒരു ഇതാട്ടോ. ആ ഒരു ഡസ്റ്റി കളറല്ല, അകന്ന് നിന്ന് കാണിക്കുമ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ കാണുന്ന കളറാണ് കേട്ടോ. അയ്യോ ഞാൻ മടുത്തു ഇപ്പൊ തന്നെ. അടുത്തത് ഗ്രീൻ, രാമ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ആണോ ഗ്രീൻ ആണോ? ഇത് ബ്ലൂ അല്ലേ, ഗ്രീൻ അല്ലേ? ഇത് ബ്ലൂ അല്ലേ, ഗ്രീൻ ആണോ? എനിക്ക് ഗ്രീനും ചില ഗ്രീനും ചില ബ്ലൂവും തിരിച്ചറിയത്തില്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. കളർ ബ്ലൈൻഡ്നെസ് വരും. അപ്പോൾ നല്ല കളറാ രാമാഗ്രീൻ, അത് തന്നെ രാമാഗ്രീൻ. നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ചില സമയത്ത് നമുക്കൊരു തപ്പൽ വരികയല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ അത്. അതെന്നെ സാധനം എടുത്തത്. ടൈം ജൽദി ആയോനാ. ഹിന്ദി അറിയാവുന്നവരൊക്കെ കേട്ടോ എന്നെ ഓടിക്കും. അടിപൊളിയായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡ്. അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫേവററ്റ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനോ അങ്ങനെയൊന്നും പറയുന്നതല്ല. എന്തോരം ഘോരം ഞാൻ കിടന്ന് അരച്ചെന്ന് പറഞ്ഞാൽ ഇതിന് ഇത്ര പീസേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി അരയ്ക്കുന്നത്. പക്ഷെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. നമുക്ക് നമ്മുടെ ഒരു ഫേവറിസം ഇല്ലേ, ആ ഒരു സാധനം കൊണ്ടാണ് ഞാൻ ചില കളർ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ്. നല്ലൊരു പീച്ചാട്ടോ, അടിപൊളിയായിട്ടുള്ള പീച്ചാണ്. ബ്ലൗസ് കാണിക്കുന്നില്ലെന്ന് പരാതി പറയല്ലേ, ബ്ലൗസ് കണ്ടല്ലോ ഞാൻ പലതേലും കാണിച്ചു. ഇതിൻ്റെ പ്ലെയിൻ വന്നിട്ട് ബുട്ടായുള്ള ഈ ബോർഡർ വരുന്ന അത്രേ ഉള്ളൂ ബ്ലൗസ് കേട്ടോ. പിസ്ത ഗ്രീൻ നോക്ക്, എന്നാ പേസ്റ്റൽ കളർ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലുക്ക് തോന്നുന്നു, ക്ലാസ് ലുക്ക് തോന്നുന്നു. ഞാൻ എന്തിനാണോ ഇത്രയും കിടന്ന് പറയുന്നത്. കാരണം എന്നാന്നറിയോ, ഇന്നലെയൊക്കെ ഇട്ട വീഡിയോയുടെ ആകെ 12 സാരിയുണ്ട്. ആ വീഡിയോയ്ക്ക് 12 സാരി കണ്ട കാണിച്ച് നമ്മുടെ കയ്യിലും 12 സാരിയേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഒരു 12,000 ആൻസർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. തീർന്നു പോയി സാധനം. അതാണ് പിസ്ത ഗ്രീൻ. അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞറിയിക്കാൻ മേലത്തെ അടിപൊളിയാ. ഷുക്കൊന്നും തീർന്നു പോകും, അതെന്നാ തീർച്ചയല്ലേ. ഇനി ഒരു അടിപൊളി കളർ. ഏത് കളറിനാ വിദ്യ അടിപൊളി അല്ലാത്തത് എന്നല്ലേ ചോദിക്കാൻ വന്നോ? ഇതിപ്പോൾ വന്നിട്ട് ഒനിയൻ അല്ല, ചോക്ലേറ്റ്. ഒനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല, ചോക്ലേറ്റിൻ്റെ നല്ലൊരു പേസ്റ്റൽ കളർ. ഈ കളറുകളൊക്കെ ഏത് ഡ്രസ്സിനും എല്ലാം പറയുന്നത് ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള കളറുകളാണ് ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഇങ്ങനത്തെ കളറുകളൊക്കെ ബ്രൈഡിന് പോലും എടുക്കുന്ന അല്ലെങ്കിൽ അത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു കളറാണ്. നല്ല കളറ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാരി അല്ലായിരുന്നു, ഇതൊക്കെ ചുരിദാറായിരുന്നു. ഞാൻ ഇതൊക്കെ എപ്പോൾ എടുത്തു
അടിച്ചുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഇനി ഒരു രണ്ട് ചുരിദാറും കൂടെ ഞാൻ കാണിച്ചിട്ട് വേഗം ഞാൻ പൊയ്ക്കോളാം. അത് ഡിസ്കൗണ്ട് സെയിലല്ല കേട്ടോ. നമുക്കിപ്പോൾ ഈ ബേൺഡ് ഓറഞ്ചിൻ്റെ കാലമാണല്ലോ, അതിൻ്റെ ഒരു നല്ല ഷെയ്ഡ് കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി അപ്കമിങ് ആയിട്ടുള്ള വെഡ്ഡിങ് സീസൺസ് ഇങ്ങോട്ട് വരാൻ പോകും അല്ലേ, അപ്പോഴത്തേനും വെഡ്ഡിങ്ങിനൊക്കെ ഇടാനായിട്ട് വെഡ്ഡിങ്ങിനൊക്കെ പോകാനായിട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ വർക്ക് നോക്ക്. ആ ബേൺഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു കളറിൻ്റെ ഭംഗിയാണ്. ഇതിൻ്റെ പുറകെ ആൾക്കാർ ഇതുപോലെ പായുന്നതിൻ്റെ കാര്യം. ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുക. താഴെ ദാമൻ പോർഷനിലും അതുപോലെ തന്നെ ഷോള് വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ നല്ല ബുട്ടാസ് വരുന്ന നല്ല ഷോള്. ഇച്ചിരി കൂടി നേരത്തെയൊക്കെ കാണിക്കേണ്ടതായിരുന്നു, കാരണം റമദാനൊക്കെ വന്നപ്പം ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടമുള്ള കൂട്ടത്തിലുണ്ട്. തട്ടമൊക്കെ ഇടുന്നവർക്ക് ഒത്തിരി നല്ലതാണ്. ഇതാണ്, ഇത് കണ്ടോ, ഇത് വിത്ത് ലൈനിങ് ആണ്. ബോട്ടം ഇതുണ്ടോ, ഇത് വരും ബോട്ടം, സെയിം കളർ തന്നെ വിത്ത് ലൈനിങ്. നല്ല കളറ്, നല്ല കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ? ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാനൊരുമാതിരി ഈ കടിച്ചു കീറാൻ പോകുന്ന പോലെ ചാടി എടുത്തൊരു സാധനമായത്. എനിക്ക് ആ കളറിനോട് എനിക്ക് സത്യം ഞാൻ പറയട്ടെ, പേഴ്സണലി എനിക്ക് ഓറഞ്ച് എന്ന് പറയുന്ന കളർ നേരത്തെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഈ ബേൺഡ് ഓറഞ്ച് എന്നും പറഞ്ഞ് ഇറങ്ങുന്ന ഈ കളറില്ലേ, ആർക്കാ ഇഷ്ടം വരാത്തത്? നമ്മൾ മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇഷ്ടം വന്നു പോകും. ഇതേ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ, ചെറിയ വ്യത്യാസമുള്ളൂ. ഈ ഡിസൈൻ റേറ്റ് എല്ലാം സെയിം ആണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. സ്ക്രീനിലുണ്ട് ഈ ഒരു ഡിസൈൻ, ആ ഒരു ഡിസൈൻ, രണ്ട് ഡിസൈനിൽ. സാരിയല്ല, മെറ്റീരിയലിൽ വിസ്കോസ് ജോർജറ്റ്, നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് തയ്ച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് രസമാണോ പറഞ്ഞറിയിക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ കളർ ആർക്കും, ഏത് കളർ ആർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കളർ. ഇനി അതിൻ്റെ തന്നെ ഇതിൻ്റെ വേറെണ്ണം ഇതാണ്. അതിൻ്റെ കളറെല്ലാം സെയിമാണ്, ഈ ഒരു വർക്കിലുള്ള വ്യത്യാസം. ഇതൊരു സിൽവർ സെറി പോലത്തെയാണ് പോകുന്നത്. ഉണ്ടോ, നമുക്കിപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ആ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കൂടെ ഇത് കയറ്റി കാണിക്കണമെന്നൊക്കെ ഞാൻ ഒരു വേള ആലോചിച്ചേ. പിന്നെ ഓർത്തു അത് കാര്യമില്ല. കണ്ടോ, ഡിസ്കൗണ്ട് സെയിലിൻ്റെ സാധനങ്ങൾ കടയിൽ വന്നിട്ട് കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. എന്തോ ചെയ്യാനാ, ഓൺലൈനിൽ എപ്പോഴേ തീർന്നു. ഞാനാകെ 12 സാരി 15 സാരിയൊക്കെ അല്ലേ കാണിക്കുന്നത്, അതും വെച്ചോണ്ടുള്ള പരിപാടിയല്ലേ. കാരണം അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്കതല്ലാതെ ഡിസ്കൗണ്ട് സെയിലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തീർന്നു പോകുന്നത് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നതുകൊണ്ടാണ് തീർന്നു. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ അപ്പോഴേ ബുക്ക് ചെയ്തോ. ഇത് ഷിപ്പിംഗ് ഫീ അടയ്ക്കാതെ ബുക്ക് ചെയ്തിട്ട് കടയിൽ വന്ന് വാങ്ങിച്ചാൽ മതി. ഒത്തിരി പേര് വാങ്ങിച്ച ടസർ സാരിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, നമ്മുടെ കുറച്ചൊക്കെ റെഡിയാക്കാൻ, ഇനിയും റെഡിയാക്കാൻ. ടസർ സാരിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അത് തരാമോ, കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിച്ച്, മീൻസ് ഡിസ്കൗണ്ട് റേറ്റിൽ അത്രയും റേറ്റ് കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ മാക്സിമം എടുത്ത് തരാൻ ശ്രമിക്കാം. പിന്നെന്താ, വലിയ ഡിമാൻഡാക്കി പറയുമൊന്നുമല്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ ചോദിക്കുന്നതാണ്. ഞാനിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിട്ടിരുന്നപ്പോൾ എല്ലാം ഇങ്ങനെ ഞങ്ങളുടെ ബുക്കിങ്ങിൻ്റെ നമ്പരെ വന്ന് മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കും. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വേഗം തന്നെ വാങ്ങിച്ചോളുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഇപ്പം സാരിക്കുള്ളൂ. ചുരിദാർ കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. താങ്ക് യു.